ഇന്ത്യൻ ഇംഗ്ലണ്ട് T20 പരമ്പരയിൽ തുടർച്ചയായ തിരിച്ചടികളുമായി ടീം ഇന്ത്യ. മൂന്നാം മത്സരത്തിൽ 120 റൺസിന്റെ വമ്പൻ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യ വെറും 76 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മത്സരത്തിൽ 11.4 ഓവറിൽ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ തകർത്താണ് ഇംഗ്ലണ്ട് വിജയം സ്വന്തമാക്കിയത്. ഇതോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ 2-3 മത്സരങ്ങൾ ഇംഗ്ലണ്ട് സ്വന്തമാക്കുകയായിരുന്നു. തുടർച്ചയായ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് മലയാളി താരം സഞ്ജു സാംസണിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലിയാണ് ആരാധകരുടെ പ്രതിഷേധം ശക്തമായത്. എന്നാൽ സഞ്ജുവിനെ ടീമിന്റെ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ലെന്ന് ഇന്ത്യൻ ടീം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഇന്ത്യക്കായി സഞ്ജു നേടിയ പ്രകടനങ്ങൾ മികച്ചതാണെന്നും എന്നാൽ നിലവിലെ ഫോം കൂടി പരിഗണിച്ചാണ് മത്സരങ്ങൾക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്നതെന്നും ഗംഭീർ പറഞ്ഞു. ആദ്യ മത്സരങ്ങളിൽ സഞ്ജുവിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിരിച്ചുവരാനുള്ള കഴിവ് താരത്തിനുണ്ടെന്നും ഗംഭീർ വ്യക്തമാക്കി. ടീമിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് സഞ്ജുവിന് വ്യക്തമായ ധാരണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയർലൻഡിനെയും ഇംഗ്ലണ്ടിനെയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ടീമിന് സാധിച്ചിട്ടില്ലെന്നും ഗംഭീർ പറഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ 4ാം മത്സരം നാളെ രാത്രി 10 മണിക്ക് നടക്കും. നിലവിലെ 2-0 മുന്നിലുള്ള ഇംഗ്ലണ്ടിന് നാളത്തെ മത്സരം ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. അതേസമയം പരമ്പരയിൽ തിരിച്ചുവരാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്.